98-ൽ പൂശിയ സ്വർണ്ണമാണ്. അതുമായി ബന്ധപ്പെട്ട് ഇങ്ങോട്ട് എല്ലാവരും പെർഫെക്റ്റ് ആയിരുന്നു. പെർഫെക്റ്റ് ആയിരുന്നെങ്കിൽ ഇതൊന്നും നടക്കില്ലല്ലോ. അപ്പം ഞാൻ പറയുന്നത് അന്ന് മുതൽ ഞങ്ങളെടുത്ത നിലപാടെന്താ, 98 മുതൽ അന്വേഷിക്കട്ടെ, ഞങ്ങളുടെ കാലം വരെ അന്വേഷിക്കട്ടെ. അതിൽ എന്തെല്ലാം ചെയ്തിട്ടുണ്ടോ അതെല്ലാം പുറത്തു വരട്ടെ. നിങ്ങൾ നോക്കൂ, 2019 ശേഷം മാത്രം അന്വേഷിച്ചാൽ മതിയോ? 2000-ലെ കാര്യങ്ങൾ അന്വേഷിക്കണ്ടേ? 2007 നടന്ന കാര്യങ്ങൾ അന്വേഷിക്കണ്ടേ? 2011 നടന്ന ബോർഡിനെ കുറിച്ച് അന്വേഷിക്കണ്ടേ? 2016 നടന്ന കാര്യങ്ങളെക്കുറിച്ച് അന്വേഷിക്കണ്ടേ? എന്തൊക്കെയാണ് ഇവിടെ നടന്നിട്ടുള്ളത്? ഞങ്ങളങ്ങനെ ഇതിലേക്കൊന്നും പോകുന്നില്ല. പക്ഷേ അന്നുള്ളവരെല്ലാം വിശുദ്ധന്മാരാണ്, ഞങ്ങളെല്ലാം കൊള്ളക്കാരാണെന്നുള്ള മട്ടിൽ ഈ പ്രചരണം നടത്തുന്നത് അത് ആടിനെ പട്ടിയാക്കുന്നതിന് തുല്യമാണ്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കുവാനുള്ളത് കേവലം 6 ആഴ്ച, അത് കോടതി തന്നിരിക്കുന്ന, കോടതി അന്വേഷണ ഏജൻസിക്ക് കൊടുത്തിരിക്കുന്ന സമയപരിധിയാണ്. അതുവരെ ക്ഷമിക്കാനും അതുവരെ സഹിക്കാനും ദേവസ്വം ബോർഡുമായി സഹകരിക്കുവാനും പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ളവർ മനസ്സ് കാട്ടണമെന്നാണ് വിനയപൂർവ്വം ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കുവാനുള്ളത്. കാരണം മണ്ഡല മകരവിളക്ക് മഹോത്സവത്തിൻ്റെ ഒരുക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട പ്രസിഡന്റ്, ഇന്ത്യൻ രാഷ്ട്രപതി, ഞങ്ങൾക്ക് വലിയ അഭിമാനമാണ്. അവർ ശബരിമലയിലേക്ക് വരുവാൻ പോവുകയാണ്. അവർ ആഗ്രഹിച്ചാണ് ശബരിമലയിലേക്ക് വരുന്നത്. ഇവിടെ വരുമ്പോൾ ഇവിടെ ഇതുപോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാൻ പാടില്ല. മണ്ഡല മകരവിളക്ക് മഹോത്സവം വരുന്നു. ലക്ഷോപലക്ഷം ആളുകളാണ്. കഴിഞ്ഞ പ്രാവശ്യം 55 ലക്ഷം പേർ വന്നു. ഇപ്രാവശ്യം 60 ലക്ഷത്തിലധികം ആളുകൾ വരുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അവർക്ക് എല്ലാവിധമായ സൗകര്യങ്ങളും ഉണ്ടാക്കണ്ടേ? അവരവിടെ വരുമ്പോൾ നിരാശരായി മടങ്ങേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാവരുതല്ലോ. കഴിഞ്ഞ പ്രാവശ്യം നിങ്ങൾക്കറിയാം, നിങ്ങളുടെ എല്ലാവരുടെയും സഹായത്തോടു കൂടിയാണ് ഒരു പരാതി പോലും ഒരു ഭക്തനും പറയാനുള്ള സാഹചര്യം ഉണ്ടായില്ല. അതുപോലെ ഞങ്ങൾക്ക് വീണ്ടും ഉണ്ടാക്കണ്ടേ? അപ്പോൾ അതിന് എല്ലാവരുടെയും സഹായവും സഹകരണവും ഈ പ്രതിപക്ഷ നേതാവിൻ്റെ ഉൾപ്പെടെയുള്ള സഹായ സഹകരണങ്ങൾ ഞങ്ങൾ തേടുകയാണ്. അത് ഉണ്ടാകണമെന്നാണ് ഞങ്ങൾക്ക് വിനയപൂർവ്വമായ അഭ്യർത്ഥനയുള്ളത്. പിന്നെ ഇന്നത്തെ കാര്യങ്ങളെ സംബന്ധിച്ച് ഇപ്പോൾ ഇതിൽ ഉൾപ്പെട്ട് വന്നിട്ടുള്ള സർവീസിലിരിക്കുന്ന ശ്രീ സുനിൽകുമാറിനെ അന്വേഷണ വിധേയമായി സർവീസിൽ നിന്നും സസ്പെൻഡ് ചെയ്യുവാൻ കോടതി തീരുമാനിച്ചിട്ടുണ്ട്. പിന്നെ വിരമിച്ച ജീവനക്കാർ, അവരുമായി ബന്ധപ്പെട്ട് ഇത് KSR ബാധകമായൊരു സ്ഥാപനമാണ്. ഇപ്പോൾ KSR ഭാഗം 3-ൽ റിട്ടയർ ചെയ്ത ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ട പെൻഷൻ ആനുകൂല്യങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് വിശദമായി പറഞ്ഞിട്ടുണ്ട്. അതാണ് ഈ ഉത്തരവിലുള്ളത്. അപ്പോൾ ഉത്തരവനുസരിച്ച് റിട്ടയർ ചെയ്ത ഉദ്യോഗസ്ഥർക്ക് ഈ റൂൾ പ്രകാരം വിശദീകരണ നോട്ടീസ് നൽകി അവരെ വിശദീകരണം വാങ്ങുവാനും തുടർ നടപടികൾ എന്താണോ ഈ നിയമത്തിൽ പറയുന്നത് അതനുസരിച്ചുള്ള തുടർ നടപടികൾ സ്വീകരിക്കുവാനും തീരുമാനിച്ചിട്ടുണ്ട്. എത്ര ദിവസത്തിനകം വിശദീകരണം നൽകണമെന്നാണ്? ഞങ്ങൾ 10 ദിവസത്തിനകം വിശദീകരണം നൽകണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ബാക്കിയൊക്കെ വിശദമായി നമുക്ക് സംസാരിക്കാം. ഓക്കെ. മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ഇപ്പോൾ ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അയ്യപ്പ സംഗമത്തിന് ഒറ്റ ദിവസം 8 കോടി രൂപ ചിലവായി എന്നുള്ള കാര്യമാണ്. അതിലെന്തെങ്കിലും വസ്തുതയുണ്ട്? അല്ല, അതൊക്കെ നമുക്ക് പറയാൻ, അതൊക്കെ വരേണ്ട കാര്യങ്ങളല്ലേ. ഇലക്ഷൻ സ്വാഭാവികമായും പറയുമല്ലോ. ഞങ്ങൾക്ക് ഒരു കാര്യം ഞാൻ പറയാം. ഞങ്ങൾക്ക് നവംബർ 5 വരെയാണ് ബഹുമാനപ്പെട്ട കോടതി ഇതിൻ്റെ കണക്ക് ബോധിപ്പിക്കുവാൻ സാവകാശം നൽകിയിട്ടുള്ളത്. അത് കഴിയുമ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ എന്തായാലും കൊടുത്തല്ലേ പറ്റുള്ളൂ, ഞങ്ങൾ കൊടുക്കും. അപ്പോഴേ എത്ര രൂപ ചിലവായി, എത്ര രൂപ സ്പോൺസർ വന്നു, എങ്ങനെയൊക്കെയാണ് നടത്തിയത് എന്നതിനെ സംബന്ധിച്ച് അന്തിമ രൂപം തെളിയും. ഞങ്ങൾ ഒരു കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്. ഒരു നയ പൈസ ദേവസ്വം ബോർഡിന്റെ ഫണ്ടിൽ നിന്ന് എടുത്ത് ആഗോള അയ്യപ്പ സംഗമത്തിന് വേണ്ടി ആത്യന്തികമായി ചിലവാക്കില്ല. അത് ഹൈക്കോടതിയിൽ കണക്കുകൾ കൊടുത്തു കഴിയുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ബോധ്യപ്പെടും. ഓക്കെ. ഈ കേസിൽ 2 FIR വന്നിട്ടുണ്ട്. ഒന്ന് ഈ ദ്വാരപാലകരുടെയും മറ്റൊന്ന് ഈ ശ്രീകോവിലെ കട്ടളയുടെയും. പക്ഷേ ഇതിൽ ഇതിൽ മാത്രമാണ് അന്നത്തെ ബോർഡ് പ്രചരിക്കുന്നത്. മറ്റ് 2 ഒരേ സമയത്ത് നടന്ന ഇഷ്യൂ ആണ്, ഒരേ ബോർഡാണ്. എന്തുകൊണ്ടാണ് ഈ ദ്വാരപാലകർ ഈ പ്രതിപട്ടികയിൽ ബോർഡ് പെടാത്തത്? അതൊന്നും ഞങ്ങൾ വ്യക്തമാക്കേണ്ട കാര്യങ്ങളല്ലല്ലോ. അതെല്ലാം ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ നടക്കുന്ന ഒരു അന്വേഷണ സമിതി പ്രതിചേർത്തതല്ലേ. അത് ഞങ്ങൾ അഭിപ്രായം പറയാൻ പോലും പാടില്ല അതിനെ സംബന്ധിച്ച്. എന്തെങ്കിലും നടപടി അങ്ങനെ എന്തെങ്കിലും ഞങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. ഞങ്ങൾ ബോർഡ് നടക്കുകയാണ്, ഞങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. ഞങ്ങൾ ബോർഡ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾക്ക് കിട്ടിയില്ല. അറിയില്ല. രാഷ്ട്രീയ പ്ലാൻ ആയിട്ടുണ്ടോ?
ഏതാണ്ട് പ്ലാൻ ആയിരുന്നു. ഏത് അങ്ങനെ ഒരു വാർത്ത പുറത്തു വരുന്നുണ്ട്. ദേവസ്വം ബോർഡിൽ ബോർഡ് കൂടിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഞങ്ങൾക്ക് അതുമായി ഒരു ഇൻഫർമേഷൻ നോട്ടീസ് കൊടുത്ത ശേഷം 10 ദിവസം നോട്ടീസ് ഉണ്ടല്ലോ, നോട്ടീസ് കൊടുത്ത ശേഷം പിന്നെ എന്താണ് തുടർന്ന് അവിടെ എങ്ങനെയായിരിക്കും അത്? അത് ആലോചിക്കാം.